الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളുള്ളത് പുണ്യ ദിനങ്ങളിലാണ്. അല്ലാഹു തആല പുണ്യമാക്കിയ 4 മാസങ്ങളിലൊന്നാണ് ദുൽഹിജ്ജ മാസം. നമുക്കെല്ലാവർക്കും അറിയാം. അതിലെ ഏറ്റവും പുണ്യമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അള്ളാഹു നിശ്ചയിക്കുന്ന പ്രകാരം ചില ദിവസങ്ങൾക്കും മാസങ്ങൾക്കും വ്യക്തികൾക്കും സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കുമൊക്കെ പുണ്യം നൽകും. റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ എന്ന് റബ്ബ് തീരുമാനിക്കും, റബ്ബ് തെരഞ്ഞെടുക്കും. അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അല്ലാഹു എന്ത് അങ്ങനെ ചെയ്തു എന്നതിന് ചോദ്യമില്ല. പക്ഷെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നത് ചോദ്യം ചെയ്യപ്പെടും എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെ പുണ്യം കൽപ്പിച്ച ദിവസമാണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയതുപോലെ അവ്വായിലു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വേറെയും ഒരു 10 ദിവസങ്ങളുണ്ട്. റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ, അതും പുണ്യമാണ്. അപ്പൊ ഇതിലേതാണ് പുണ്യം അധികം എന്നത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. റമദാനിന്റെ അവസാനത്തെ 10-ലാണ് ലൈലത്തുൽ ഖദ്ർ, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തോളം പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ. എന്നാൽ ഒരുപാട് പുണ്യ ദിനങ്ങളുള്ളത് ദുൽഹജ്ജിലെ അവസാനത്തെ 10, ആദ്യത്തെ 10 ദിനങ്ങളിലാണ്. അതുകൊണ്ട് ഇബ്നു ജരീർ തുബരി, ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് റമളാനിലെ അവസാനത്തെ 10 എന്ന് പറഞ്ഞതിൽ രാത്രികൾക്കാണ് ഏറ്റവും കൂടുതൽ പുണ്യം എന്നാണ്. അതൊരു നല്ല അഭിപ്രായമാണ്. റമളാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ് പുണ്യമുള്ളത്. ലൈലത്തുൽ ഖദ്ർ അവിടെയാണ്. ലൈലത്തുൽ ഖദ്റിനെ കാത്തുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ രാത്രിയാണ്. എന്നാൽ ദുൽഹിജ്ജയിലെ 10 ദിവസം എന്ന് പറഞ്ഞത് പ്രാധാന്യം കൂടുതലുള്ളത് പകലുകൾക്കാണ് എന്നതാണ് അതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ 10 ദിവസത്തെ പകലുകൾ വളരെയധികം പുണ്യമുള്ളതാണ്.
അതിനെ ഖുർആൻ 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ദാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിന് വിളംബരം ചെയ്യാൻ പറയാം. എല്ലായിടത്തുനിന്നും അവിടെ എത്തും ജനങ്ങൾ എന്നാണ് നമുക്കറിയാവുന്ന കാര്യമാണ്. അവരിൽ യശ്ഹദു മനാഫിഅ ലഹും, അവരുടെ ഉപകാരങ്ങൾക്ക് സാക്ഷിയാവാൻ. ദുനിയാവിലെ ഉപകാരങ്ങളുണ്ട്, ആഖിറത്തിലേക്കുള്ള ഉപകാരങ്ങളുണ്ട്. വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് അവരവിടെ എത്തുന്നത് എന്നാണ്. അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസം. ആ ദിവസങ്ങളെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് ദുൽഹിജ്ജയിലെ നമ്മളിപ്പോഴുള്ള ഈ 10 ദിവസങ്ങളാണ് എന്നാണ്. മറ്റൊരു സ്ഥലത്ത് കാണാം വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്തി, അറിയപ്പെട്ട എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് മിനായിലുള്ള അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങളാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ദുൽഹിജ്ജയിലെ ഈ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല മൂസാ നബി അലൈഹിസ്സലാമിനോട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി ഒരു ഒരുക്കം, ഒരു പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിന്റെ മുമ്പായിട്ട് മൂസാ നബിയോട് പറഞ്ഞത് നോമ്പ് നോൽക്കാനാണ്. അപ്പൊ മൂസാ നബി നോമ്പ് നോറ്റു. വഅദ്നാ മൂസാ 30 ലൈലതൻ ഫഅത്മംനാഹാ ബിഅശ്രിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 യൗമ. 30 ദിവസം നോമ്പ് നോൽക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പോ മൂസാ നബി അതിൽ തെരഞ്ഞെടുത്ത മാസം ദുൽഖഅദ മാസമായിരുന്നു. നോമ്പ് കഴിഞ്ഞ് വായക്ക് വല്ലാത്തൊരു വ്യത്യാസം, ഒരു പ്രയാസം. വായക്ക് നോമ്പ് നോറ്റാൽ അങ്ങനെ ഉണ്ടാവും, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കൽ കുറഞ്ഞാൽ നാറ്റുണ്ടാവും, നമുക്ക് തന്നെ ഒരു പ്രയാസം ഉണ്ടാവും. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഇനി ഞാൻ നോമ്പ് നിർത്തുക. അപ്പൊ അല്ലാഹു തആല മൂസാ നബിയോട് ചോദിച്ചു, മൂസാ നിനക്കറിയില്ലേ ലഖലൂഫു ഫമിസ്വായിബി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, ഒരു മനുഷ്യനെ കൊണ്ട് തടയാൻ പറ്റാത്ത ഒരു ദുർഗന്ധം വായയിൽ നിന്നുണ്ടായാൽ അതിന് അല്ലാഹു തആല പ്രതിഫലം നൽകും. പല്ല് കാഞ്ഞിട്ടല്ല കേട്ടോ, പല്ല് കാഞ്ഞിട്ടല്ല, ഒക്കെ തേച്ചാലും ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ടുവരുന്ന വായനാറ്റം. സമാധാനിപ്പിച്ചിട്ട് മൂസാ നബിയോട് പറഞ്ഞു, 10 ദിവസം കൂടി നോൽമ്പ് നോൽക്കണം. അതാണ് ഫഅത്മംനാഹാ ബിഅശ്രിൻ, 10 ദിവസം കൂടി അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ഫതമ്മ മീഖാതു റബ്ബിഹി 40 യൗമ, 40 ദിവസം മൂസാ നബി നോമ്പ് നോറ്റു എന്നാണ്. ആ 10 ദിവസം ദുൽഖഅദിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ മൂസാ നബി ആ കാലഘട്ടം മുതൽക്ക് തന്നെ ഈ ദിവസങ്ങൾക്ക്, ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നതാണ്. മാത്രമല്ല അത് ഉസൂലുൽ അമാൽ എന്ന് പറഞ്ഞാൽ ഉമ്മഹാത്തുൽ അമാൽ എന്ന് പറയും. അമലുകളുടെ എല്ലാ പ്രധാനപ്പെട്ട സംഗതികളും ഒരുമിച്ച് കൂടുന്ന ഒരു കൊല്ലത്തിലെ 10 ദിവസം എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജയിലെ 10 ദിവസം മാത്രമാണ്. നോക്കൂ, ഈ 10 ദിവസത്തിൽ നിസ്കാരമുണ്ട്, നമ്മുടെ ഷഹാദത്ത് നമുക്ക് തഹ്ഖീഖാക്കാൻ കഴിയും, ഉറപ്പിക്കാൻ കഴിയും, ഹജ്ജ് ചെയ്യാൻ കഴിയും. വേറൊരു ദിവസത്തിലും നമുക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. സക്കാത്ത് കൊടുക്കാൻ കഴിയും, സദഖകൾ കൊടുക്കാൻ കഴിയും,
അപ്പൊ എല്ലാ അമാലുകളും ഉമ്മഹാത്തുൽ ഇബാദത്ത് എന്നാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്. നിസ്കാരം, നോമ്പ് നോൽക്കാം, അതുപോലെ ഹജ്ജ്, സക്കാത്ത്, ഇതെല്ലാം ഒരുമിച്ച് കൂടുന്നത് ഈ 10 ദിവസത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ 10 ദിവസത്തെ എടുത്തു പറഞ്ഞു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ്, വലയാലിൻ അശ്ർ 10 ദിവസം തന്നെ സത്യം. എല്ലാവരും വിശദീകരിച്ചത് വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ 10 ദിവസം അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണ്. അല്ലാഹു തആല ഒരു കാര്യം സത്യം ചെയ്താൽ അതിനൊരു പ്രാധാന്യമുണ്ട്. എല്ലാ വസ്തുക്കളെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടില്ല. അള്ളാഹ്ക്ക് ആരൊക്കെ എങ്ങനെ വേണമെങ്കിലും സത്യം ചെയ്യും. നമുക്ക് അള്ളാഹിനെ കുറിച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മറ്റുള്ളതെല്ലാം നിരർത്ഥകമാണ്, പോയത്തരമാണ്. മറ്റുള്ളതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അപ്പൊ നമുക്ക് അള്ളാഹുവിനെ മാത്രം എല്ലാ ഖൈറും എല്ലാ ഷർറും അത് അല്ലാഹു തആല നിശ്ചയിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന ഈമാനാണ്. ഇന്നത്തെ വലിയ ചർച്ചയാണ്. ഇന്ന് പത്രം നോക്കിയപ്പോൾ അതിൽ കണ്ടു 13-ാം നമ്പർ ഒരു കാറൊരു മന്ത്രി പോയിക്കണം. ഇക്കൊരു പ്രശ്നമില്ലാണ്, മുപ്പരാജ കാറായിട്ട് പോയിക്കണം. മറ്റുള്ള മന്ത്രിമാർക്കൊക്കെ പേടി, നിർത്താൻ എന്തെങ്കിലും പറ്റുമോ. പലയിടത്തും അങ്ങനെയാണ്. വലിയ രാഷ്ട്രങ്ങളിലൊക്കെ അമേരിക്കയിലൊക്കെ റൂം ഒഴിഞ്ഞെടുക്ക, റൂമില്ല. ഹോട്ടലിൽ പോയാൽ 13-ാം നമ്പർ റൂം ഉണ്ടാവില്ല. 113, 13 ഇങ്ങനത്തെ റൂമുകൾ ഉണ്ടാവില്ല. അപ്പൊ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. അത് ലോകത്തെ അറിയിക്കേണ്ട ബാധ്യതയുമുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അല്ലാഹു തആല സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എല്ലാം കൊണ്ടും സത്യം ചെയ്യാം. അങ്ങനെ ഖുർആനിൽ ഒരുപാട് വസ്തുക്കളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു ഒരു വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്താൽ അതിന് വലിയ പ്രാധാന്യമുണ്ടാകും എന്നതും ഒരു ശരിയാണ്. അങ്ങനെയാണ് വീണ്ടും ആ പ്രാധാന്യം വരുന്നത്. ദുൽഹിജ്ജ ആദ്യത്തെ 10 കൊണ്ടുള്ള പ്രാധാന്യം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, ഈ 10 ദിവസം തന്നെയാണ് സത്യം എന്നാണ്. നമുക്ക് ദിവസങ്ങൾക്കൊക്കെ അറബിയിൽ ഒരു പേരുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. താസു എന്നൊരു പേരുണ്ട്. താസു. ഓരോ ദിവസത്തിന് പേരുണ്ട്. യൗമുൽ അഹദ് ഒന്നാമത്തെ ദിവസം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. യൗമുൽ അഹദ് ഒന്നാമത്തെ ദിവസം. അറബിയിലെ ദിവസങ്ങൾ അങ്ങനെയാണ്. യൗമുൽ അഹദ് ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞായർ. യൗമുൽ ഇസ്നൈൻ, ഇസ്നാനി എല്ലാവർക്കും അറിയാലോ, രണ്ടാമത്തെ ദിവസം. യൗമുസ് സലാസ മൂന്നാമത്തെ ദിവസം എന്നാ ചൊവ്വ. യൗമുൽ അർബിഅ നാലാമത്തെ ദിവസം. എളുപ്പമാണ് അറബി ഡേ പഠിക്കാൻ, ദിവസം എളുപ്പമാണ്. യൗമുൽ ഖമീസ് അല്ലെ ഖംസ, യൗമ ഖംസ അങ്ങനെ പറയാം. യൗമ ഖംസ, യൗമ ഖമീസ്. അഞ്ചാമത്തെ ദിവസം യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ ഒരു ദിവസത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. ജുമുഅ ദിവസം, അത് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം. യൗമുസ് സബ്ത്, വിശ്രമിക്കുന്ന ദിവസം. യൗമുസ് സബ്ത് അല്ലാഹു തആല എല്ലാം സൃഷ്ടിച്ചു. യൗമുൽ അഹദിൽ തുടങ്ങി സൃഷ്ടിപ്പൊക്കെ. യൗമുൽ അഹദിൽ തുടങ്ങിയിട്ട് സുമ്മസ്തവാ അലൽ അർശ്, അർശിൽ ഉപവിഷ്ടനായി വിശ്രമിച്ചു എന്നാണ്. അത് അള്ളാഹ്ക്ക് വിശ്രമത്തിന് വേണ്ടിയല്ല, മനുഷ്യരെ പഠിപ്പിക്കാനാണ്. അള്ളാഹു ചില കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹ് ഒരു മോശക്കാരനായിട്ടല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കണ ചില എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ ഓരോ മനുഷ്യന്മാർ പോയത്തെ കാര്യം നടക്കണം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ നേരത്ത് മലക്കുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹ് കൂടിയാലോചന നടത്തിയിട്ടാണ് സൃഷ്ടിച്ചത് എന്നാ പറയുന്നത്. അത് അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അവരൊക്കെ പറഞ്ഞു വേണ്ട, ഞങ്ങളെന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, ഉണ്ടായിക്കോട്ടെ. അത് മനുഷ്യരെ പഠിപ്പിക്കാൻ ഒരു കമ്മിറ്റി വേണം.
ഒരു കൂടിയാലോചന വേണം, അത് കുടുംബത്തിൽ വേണം, ഒരു ഓഫീസ് നടത്തുകയാണെങ്കിൽ വേണം, ഒരു ഭരണം, ഒരു രാജ്യം ഒരു ഭരിക്കുകയാണെങ്കിൽ വേണം, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് റോൾ മോഡലായിട്ട് അള്ളാഹു തന്നെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ കാര്യം, അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് വിശ്രമിച്ചതാണ്. അല്ല, അള്ളാഹ്ക്കൊരു വിശ്രമം, അള്ളാഹ്ക്ക് വിശ്രമല്ല. അള്ളാഹ്ക്ക് ഉറക്കമില്ല, ഉറക്കത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളും ഉണ്ടാകൂല. കോട്ടായിടുക, ഉറക്കം തൂങ്ങുക, മറ്റവന്റെ മേലേക്ക് പോയി മറിയുക, ഈ ജാതി പരിപാടിയൊന്നും അള്ളാന്റെ സിഫത്തിന് യോജിച്ചതല്ല. അള്ളാഹ് പരിപൂർണനാണ്, വിശ്രമം ആവശ്യമില്ല. മനുഷ്യൻ അങ്ങനെയല്ല. അതുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം എന്നത് സിഫത്തു കമാൽ എന്നാണ്. മനുഷ്യന്റെ പെർഫെക്ഷന് ആവശ്യമുള്ള കാര്യമാണ്. കുട്ടിക്കൊരു പുതിയാപ്പിളെ പോയി കണ്ടു, കുഴപ്പമൊന്നുമില്ല, രാത്രി ഉറക്കല്ല പറഞ്ഞാൽ പിന്നെ കെട്ടിച്ചൂല. രാത്രി ഉറക്കല്ല പറഞ്ഞാൽ അവന് ഭ്രാന്താന്ന് അർത്ഥം. രാത്രി ഉറക്കല്ല. അപ്പൊ മനുഷ്യനെ പറ്റി ഉറങ്ങാത്തവൻ എന്ന് പറഞ്ഞാൽ അത് അപൂർണമാണ്, ന്യൂനതയാണ്. മനസ്സിലായില്ലേ? മനുഷ്യനെ പറ്റി ഉറങ്ങാത്തവൻ എന്ന് പറഞ്ഞാൽ അത് ന്യൂനതയാണ്. എന്നാ രാജാതിരാജനായ അള്ളാനെ പറ്റി ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ അത് ന്യൂനതയാണ്. മനസ്സിലായില്ലേ വ്യത്യാസം? അള്ളാനെ പറ്റി അള്ളാഹ്ക്കത് സിഫത്ത് കമാലാണ്, പെർഫെക്ഷൻ ആണ് ഉറങ്ങാതിരിക്കുക എന്ന്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഐബാൻ, ന്യൂനതയാണ്. അപ്പൊ അള്ളാഹ് വിശ്രമിക്കാനല്ല, യൗമുസ്സബ്ത് വിശ്രമം മനുഷ്യന് ആവശ്യമാണ് എന്ന് പഠിപ്പിച്ചത്. 2 ദിവസം മുമ്പ് ഏതോ കുട്ടികൾ ഒരു ക്ലിപ്പ് അയച്ചു തന്നിരുന്നു, കണ്ടു, ഞാൻ ശ്രദ്ധപ്പെട്ടു. ഒരു മെന്റലിസ്റ്റിനോടൊരു ചോദ്യമാണ്. ഇതൊക്കെ തന്താരും തള്ളാറൊക്കെ പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. മെന്റലിസ്റ്റിനോട് ചോദ്യമാണ്, രാത്രി ഉറക്കമൊഴിച്ച് 2 മണിക്കും 3 മണിക്കൊക്കെ നീച്ചിട്ട് നേരം പുലരുവോളം ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നിട്ട് പ്രേമിക്കുന്ന കമിതാക്കളെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ്. ശ്രദ്ധിച്ചോളിട്ടോ, കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിച്ചോളി. അയാൾ പറയാണ്, അയാൾ ചില്ലറക്കാരനല്ല, കുറച്ച് കാര്യപ്പെട്ട ആളാണ്. അദ്ദേഹം പറയണ എന്താ, പ്രേമം എന്നത് ഓപ്ഷനലാണ്. ഓപ്ഷനല്ല, വേണമെങ്കിൽ പ്രേമിച്ചാൽ മതി, നിർബന്ധമല്ല. ഉറക്കം എന്നത് മാൻഡേറ്ററിയാണ്. അതില്ലാതൊരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അക്ഷയെ പോയിട്ട് ഫോറം പൂരിപ്പിക്കുമ്പോൾ കാണാം ഒരു ചെറിയ നക്ഷത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ആധാർ നമ്പർ എഴുതിയിട്ട് അവിടെ ഒരു നക്ഷത്രം ഉണ്ടാവും. അതിന്റെ അർത്ഥം അതങ്ങട്ട് എഴുതിയില്ലെങ്കിൽ പ്രോസസ്സ് പൂർത്തിയാക്കാൻ കഴിയില്ല. വേറെ ഒക്കെ പൂരിപ്പിച്ചൊരു കാര്യമില്ല. ആ നക്ഷത്രത്തൊക്കെ നക്ഷത്രം ഇല്ലാത്ത ചിലയിടത്തുണ്ടാവും. ആണാണോ പെണ്ണാണോ അവിടെ ചിലപ്പോൾ നക്ഷത്രം ഇട്ടുണ്ടാവില്ല. അങ്ങനെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ആ പ്രോസസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ സൂചിപ്പിച്ചതാണ്, ഓർമ്മ വന്നപ്പോ സൂചിപ്പിച്ചു. അപ്പൊ മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ ഉറക്കം മാൻഡേറ്ററിയാണ്, ഉറങ്ങിയേ പറ്റൂ. പ്രേമിച്ചാലും ശരി, പ്രേമിച്ചില്ലെങ്കിലും ശരി. അതുകൊണ്ട് മനുഷ്യൻ സ്ഥിരമായിട്ട് ഉറക്കമൊഴിച്ചിട്ട് ആ നേരത്ത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ ഇരുന്നാൽ ആ കുട്ടികളുടെ മെന്റൽ പവർ നഷ്ടപ്പെടും. ആ സമയത്ത് അവർ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ, ആ സമയത്ത് അവരുടെ സ്നേഹപ്രകടനങ്ങള്, അതിന് യാതൊരു വാല്യൂ ഉണ്ടാവൂല. അയാളെ കണ്ടെത്തലാണ്, അതിന് യാതൊരു വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ തഹജ്ജുദിന്റെ സമയത്ത് ഇരുന്ന് പ്രേമിക്കണ പ്രേമം അത് വമ്പൻ പരാജയത്തിൽ എത്തിപ്പെടും എന്നാണ്. കാരണം മെന്റലിനെ അതിജയിക്കാൻ, മെന്റലിനെ അമിതമായി വർക്ക് ചെയ്യുക. അതാ യൗമുസ്സബ്ത്, ഞാൻ പറഞ്ഞ ഒരു വിശ്രമിക്കുക. വിശ്രമം ആവശ്യമാണ്, ഉറക്കം ആവശ്യമാണ്. ഞാനൊക്കെ രക്ഷിതാക്കളെ വിളിച്ചാല് രക്ഷിതാക്കൾ പറയല്, മാഷേ എന്റെ കുട്ടിയെ പറ്റി നിങ്ങൾ വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടി തഹജ്ജുദ് നിസ്കരിക്കണ കുട്ടിയാന്നാ നമ്മൾ പറയാം. നമ്മള് കുട്ടികൾക്ക് തഹജ്ജുദൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം ഇങ്ങനെ പല തരികിടെ ആ നേരത്തെ തഹജ്ജുദും ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമും ഉണ്ടാവും. ഏതാന്നുള്ളതെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിട്ട് രക്ഷിതാക്കളെ. 1 2 എത്ര രക്ഷിതാക്കളുടെ അനുഭവം അറിയങ്ങള്. നേരെയുള്ള കാര്യം, യാഥാർത്ഥ്യം രക്ഷിതാക്കളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ പറഞ്ഞ മാഷിന്റെ നേരക്ക് ചാടുക എന്നല്ലാതെ
കുട്ടീനെ അങ്ങോട്ട് പുകഴ്ത്തുക. കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാരും കുറ്റം പറയല്ലോ. കുട്ടി എന്ന് പറഞ്ഞാൽ ആ നേരത്തെ എഴുന്നേറ്റിട്ട് ഇൻസ്റ്റാഗ്രാം അല്ല, ആ കുട്ടി തഹജ്ജുദ് നിസ്കരിക്കുക. ഓള് പണ്ടൊരു ക്ലാസ്സിൽ പോയിരുന്നു, അതിന്ന് കേട്ടതാണ്, അല്ലെങ്കിൽ മറ്റേ മൊയിലേറെ വയല് കേട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇത് അപ്പോട്ടെ വിഷയമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഒരു വിശ്രമം ആവശ്യമാണ്, അനിവാര്യമാണ് പഠിപ്പിക്കുക യൗമുസ് സബ്ത്. അതുകൊണ്ടാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചു കഴിഞ്ഞ് യൗമുസ് സബ്ത് ശനിയാഴ്ച. ഇനി നോക്കൂ, നിങ്ങൾ വരുന്ന ഇങ്ങനത്തെ ദിവസങ്ങൾക്കൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്, പ്രത്യേക ചില പേരുകൾ. ആശൂറ എന്നൊരു പേരുണ്ട്. മുഹറം 10 ആശൂറ, അഷറ. അഷറ എന്നല്ല എന്ന് പറയാം, ആശൂറ എന്നാ പറയാം. ആശൂറ നോമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഹറം 10ന്റെ ഒരു പേരാണ്. തിരിച്ച് 9ന്റെ ഒരു പേരാ താസൂ, 9 താസൂ. അതേപോലെ ദുൽഹിജ്ജയിലെ പകലുകൾക്കൊക്കെ ഒരു പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് തുടങ്ങുന്നത് യൗമുത് തർവിയ എന്ന. യൗമുത് തർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8. ദുൽഹിജ്ജ 8ന്റെ ഒരു പേരാണ് യൗമുത് തർവിയ. അത് ഹജ്ജിനുള്ള പ്രിപ്പറേഷനാണ്. മിനായിൽ പോകും, ചിലപ്പം തലേന്നാ തന്നെ കൊണ്ടുപോകും. പക്ഷെ പോണ്ടത് നമ്മള് യൗമുത് തർവിയക്കാണ്, ദുൽഹിജ്ജ 8. അന്ന് എല്ലാവരും ഹജ്ജിന്റെ ഒരു ഒരു ഒരുക്കത്തിന് വേണ്ടി റൂമൊക്കെ മാറി ഇഹ്റാമൊക്കെ ചെയ്ത്, റൂമിൽ തന്നെ ഇഹ്റാം ചെയ്യാം. ഇപ്പൊ നമ്മളെ പോയ ഹാജിമാരൊക്കെ റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് അവര് ദുൽഹിജ്ജ 8 മിനായിൽ അവിടെ പോയി നിൽക്കും. നിസ്കാരമൊക്കെ നേരത്തെ നിസ്കരിച്ച് ഖസ്റാക്കി അവിടെ നിസ്കരിച്ച് ഇങ്ങനെ കാത്തിരിക്കും. ഇന്ന് പ്രത്യേക പണിയൊന്നുമില്ല, ഒക്കെ മുത്തവീഫും KMCC പോലുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് പല കാര്യങ്ങൾ. പണ്ടല്ല, പണ്ടവർക്ക് പണി ഉണ്ടായിരുന്നു. ഈ 3-4 ദിവസത്തിന് വേണ്ടിയിട്ട് വെള്ളം ശേഖരിച്ച് അത് അവിടെ വെക്കും, ശേഖരിച്ചു വെക്കും. 3-4 ദിവസത്തിനുള്ള വെള്ളം ശേഖരിക്കുക എന്ന ഒരു ശുഗല്, ഒരു പണി അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ദിവസത്തിന് യൗമുത് തർവിയ, വെള്ളം ശേഖരിച്ചു വെക്കണ ദിവസം. അതിന് പേരാണ് ദുൽഹിജ്ജ 8. പിന്നത്തെ ദിവസം ദുൽഹിജ്ജ 9, അതിന് പറയുന്ന പേരാണ് യൗമു അറഫ. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്, അറഫ എന്ന് വന്നിട്ടുണ്ട്. ഖുർആനിൽ അറഫ എന്നൊരു പ്രയോഗമില്ല, അറഫാത്ത് എന്നാ ഖുർആൻ പറഞ്ഞത്. ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ. അപ്പൊ അറഫാത്ത് ആണെങ്കിലും കുഴപ്പമില്ല, അറഫ ആണെങ്കിലും കുഴപ്പമില്ല. യൗമു അറഫ അന്നാണ് ഏറ്റവും പുണ്യമുള്ള ഒരു ദിവസം. ഖൈറു അയ്യാം, ദിവസങ്ങളിലെ വെച്ച് ഏറ്റവും നല്ല പകൽ എന്ന് പറഞ്ഞാൽ അത് യൗമു അറഫയാണ്. ഹജ്ജ് എന്താ? ഹജ്ജു അങ്ങനെ തന്നെയാണ്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് അറഫയാണ്. ഇപ്പൊ ഒരാൾ ഇവിടുന്ന് പോയി സുഖമില്ലാതായി, ആശുപത്രിയിൽ അഡ്മിറ്റായി. എന്നാലും നിങ്ങൾക്ക് കാണാം സൗദി അറേബ്യ അവരുടെ ചെലവില് പ്രത്യേകമായ ആംബുലൻസില് കുറച്ചു നേരെങ്കിലും അവരെ അറഫാത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് തിരിച്ചു കൊണ്ടുപോകും. ആംബുലൻസ് അവിടെ കൊണ്ട് നിർത്തും അറഫയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് അവർ തിരിച്ചു പറഞ്ഞു. അതില്ലെങ്കിൽ ഹജ്ജില്ല. അതൊക്കെ അവർ ചെയ്യണ വലിയൊരു സേവനമാണ്. അപ്പൊ അതുകൊണ്ട് അറഫയിൽ നിൽക്കണം. അതാ യൗമു അറഫ. ഖൈറു ദുആഇ ദുആഉ അറഫ, പ്രവാചകന്റെ ഹദീസാണ്. ഏറ്റവും നല്ല പ്രാർത്ഥന അത് അറഫാ ദിവസത്തിലെ പ്രാർത്ഥനയുണ്ട്. അറഫാ ദിവസത്തിലെ പ്രാർത്ഥന അന്ന് ആളുകളൊക്കെ ഇങ്ങനെ ജടക്കുത്തി ചളിപ്പനഞ്ഞ്, ഇപ്പൊ അതൊന്നും ഇല്ലട്ടോ, പണ്ട് കാലത്ത് ചളിപ്പനഞ്ഞ് ജടക്കുത്തി എല്ലാവരും ഒരേ വേഷത്തില്, ഒരേ ശബ്ദത്തില്, ഒരേ ദിക്റില്, ഒരേ മന്ത്രത്തില് റബ്ബിനോട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പടച്ച തമ്പുരാൻ മലക്കുകളെ വിളിച്ച് പറയും, കണ്ടോ എന്റെ അടിമകള് ക്ഷീണിതരായി പൊടി പുരണ്ട് എന്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുക, ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞിട്ട് യുബാഹി ബിഹിമുൽ മലായിക, മലക്കുകളോട് അല്ലാഹു തആല കുറച്ച് അഹങ്കാരത്തോടു കൂടി, അല്ലാഹുവിന്റെ അർഹത ഉണ്ട്, കുറച്ചൊരു അഭിമാനത്തോടു കൂടി അല്ലാഹു തആല മലക്കുകളോട് സംസാരിക്കും എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അതാണ് യൗമു അറഫ എന്ന് പറയുന്നത്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് ഹജ്ജിലെ ഏറ്റവും നിർണായകമായ ഒരു സംഗതി. അന്നാണ് സൂറത്തുൽ മാഇദയുടെ തുടക്കം. ഒരു ജൂതം എന്ന് പറയാണ്, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്,
അത് യൗമ അറഫ. നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അത് ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നതെങ്കിൽ ലത്തഖദ്നാഹു ഈദാ, ആ ദിവസത്തെ ഞങ്ങൾ ഒരു ആഘോഷമാക്കി മാറ്റുമായിരുന്നു. അതെ, ദിവസങ്ങൾ നിമിത്തങ്ങൾ പറഞ്ഞു, അതെ, ആ ആഘോഷമാണ് അറഫ. അതേതാണ്? അൽ യൗം അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയുടെ തുടക്കത്തിൽ കാണാം, അൽ യൗം അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ മതനിയമങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അതുപോലെ വഅത്മംതു അലൈക്കും നിഅമതി, എന്നെ പ്രയോഗിച്ച്, എന്നെ പറഞ്ഞയച്ച നിയോഗിച്ച നിഅമത്തുകൾ മുഴുവനും നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇസ്ലാം മതം മുഹമ്മദ് നബി ഉണ്ടാക്കിയ മതമല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് വേറെ വിഷയം നമുക്ക് പറയാം. ഒരുപാട് കാലത്ത്, മുസാരമിന്റെ കാലത്ത്, ആദിന്റെ കാലത്ത്, സബയിലെ രാജ്ഞി വൗത്തൂനി മുസ്ലിമീൻ, നിങ്ങളൊക്കെ മുസ്ലിമായി വരുന്നത് ഇവിടുന്ന് രണ്ട് ചെങ്ങാന്മാരിരുന്ന് പറഞ്ഞാട്ടാ തോന്നുന്നു ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ മുഹമ്മദും കൂട്ടരുണ്ടാക്കിയതാണ്. പഠിപ്പിക്കലോ അങ്ങനെയാണ്, ചോദ്യം വരലോ അങ്ങനെ തന്നെയാണ്. പൊട്ടത്തരെന്ന് മാത്രമേ ഉള്ളൂ, തിരുത്താൻ പോയിട്ടൊന്നും കാര്യമില്ല, അറിയില്ല. ആദം നബിയുടെ കാലം മുതലുള്ള ഇസ്ലാമാണ്. പക്ഷെ ആ ഇസ്ലാമിന് നിങ്ങൾക്ക് റളീതു ലക്കും അൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് അതിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അവിടെ നൽകിയത് എന്നാണ്. അതിനെ ജൂതന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ചില മാപ്പിളാർക്ക് എപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് യൗമ അറഫയാണ്. ഏതാണ് ഈ ദിവസം? യൗമുൻ നഹർ. അതിനെക്കുറിച്ച് ചോദിക്കേണ്ടി, ഏതാണ് ഈ ദിവസം? തൊട്ടടുത്ത ദിവസം യൗമുൻ നഹർ എന്ന് പറഞ്ഞ ബലി ദിവസം, ദുൽഹജ്ജിന്റെ 10ാമത്തെ ദിവസം യൗമുൻ നഹർ. അന്നാണ് ഹാജിമാരുടെ മിക്കവാറും കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. അവർ ജംറത്തുൽ അഖബയെ കല്ലെറിയും, ബലിയെറുക്കും, അതുപോലെ തന്നെ മുടി കളയും, തവാഫുൽ ഇഫാദത്ത്, മക്കയിൽ വന്നിട്ട് തവാഫു സഅയും അവർ നിർവഹിക്കും. അതില് ഏതെങ്കിലും 2 മൂന്നെണ്ണം നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു തഹല്ലുലായി. ബലികർമ്മം സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നിർവഹിക്കും. എല്ലാം കഴിഞ്ഞാൽ ഹജ്ജിൽ നിന്ന് ഒഴിവായി, ഹജ്ജിന്റെ അമലുകൾ ഒഴിവായി. തവാഫും സഅയും ജംറനെ എറിയലും മുടി കളയലും കഴിഞ്ഞാൽ അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഒഴിവാകും. ദുൽഹജ്ജ് 10 അതാണ് യൗമുൻ നഹർ. അയ്യു യൗമിക്കും ഹാദാ, നബി ചോദിക്കുക, ഏതാണ് ഇന്നത്തെ ദിവസം? ഇന്ന് യൗമുൻ നഹർ. അയ്യു ബലദിക്കും ഹാദാ, ഇന്നത്തെ ഈ രാജ്യം, ഏത് രാജ്യത്താണ് നിങ്ങളൊക്കെ നിൽക്കുന്നത്? അയ്യു ഷഹരിക്കും ഹാദാ, ഏത് മാസത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ദുൽഹജ്ജ് 10, ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ 10ലെ അവസാനത്തെ ദിവസം ദുൽഹജ്ജ് 10. അവർ പറഞ്ഞു, ഞങ്ങള് മക്കത്താണ്, ഞങ്ങള് ദുൽഹജ്ജ മാസത്തിലാണ്, ഞങ്ങള് യൗമുൻ നഹറിലാണ്. അപ്പ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം, ലോകത്തിന്റെ വലിയ പ്രഖ്യാപനമാണ്. പലതും നമ്മൾ പ്രഖ്യാപിച്ചു. മന്ത്രിസഭ ഏറ്റെടുത്തപ്പോ നമ്മളൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനം കേട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിന് കാലിലടിയുന്നൊരു സന്തോഷം. ഇതൊക്കെ റബ്ബേ നടക്കുകയാണെങ്കിൽ എത്ര നല്ല കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ചില കാര്യങ്ങളും പല പ്രതിജ്ഞകളും പലതും അത് വാക്കുകളിൽ ഒതുങ്ങുന്നു എന്നതാണ്, ജീവിതത്തിലേക്ക് വരുന്നില്ല. അന്ന് പ്രഖ്യാപിച്ചു, ഇന്ന ദിമാഅക്കും വഅറാലക്കും വഅംവാലക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. കഹുർമതി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ. വയോമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ രാജ്യത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ ഈ മാസത്തിന്റെ പവിത്രത പോലെ. 3 കാര്യം അന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇന്നും അവിടേക്കെത്താൻ ഒരു രാജാവിനെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല, ഒരധികാരിയെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. പലരും ആഗ്രഹിക്കുന്നു അങ്ങനെയായിരുന്നുവെങ്കിൽ. അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം അത് വല്ലാത്തൊരു പ്രഖ്യാപനമാണ്. അത് ദുൽഹജ്ജിലെ ഒരു പ്രഖ്യാപനമാണ്, അതൊരു സമർപ്പണമാണ്. ദുൽഹജ്ജ് 10 നടത്തുന്നതാണ് ഉളുഹിയ്യത്ത്. ഇതൊരു സമർപ്പണമാണ്. എല്ലാം റബ്ബിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യാൻ നമ്മൾ ചെയ്യണുണ്ട്. നമ്മളാരും ശ്രദ്ധിക്കില്ല. നമുക്ക് പോത്തിനെ കിട്ടിയാലേ തോന്നുള്ളൂ. എല്ലാ ദിവസവും നിസ്കരിക്കാൻ നിൽക്കുമ്പോ 5 നേരം നമ്മൾ പറയുന്നുണ്ട്, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ നിന്റെ മുമ്പിൽ ഇതാ നിൽക്കുന്നു. എന്തിനാ നിൽക്കുന്നത്? ഇന്ന സ്വലാത്തി, നിസ്കാരം, വനുസുക്കി, എന്റെ ആരാധനാ കർമ്മങ്ങള്, ബലികർമ്മങ്ങള് അല്ല, വമഹയായ, എന്റെ ജീവിതം ഫുള്ള്, വമമാതി, എന്റെ മരണവും ഇല്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബേ നിനക്ക് സറണ്ടർ ചെയ്തു.
5 നേരം റബ്ബിന്റെ മുമ്പിൽ എല്ലാം സറണ്ടർ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ചില മനുഷ്യന്മാരുണ്ട് വല്ല വർത്താനം കേട്ടാൽ, പ്രകടന പത്രിക കണ്ടാല്, വർത്താനം കേട്ടാല് വലിയ വലിയ വർത്താനം പറയും. പക്ഷെ അധികാരം കിട്ടിയാൽ അതിനൊക്കെ മറക്കും. അങ്ങനെ കുറെ ആളുകളുണ്ട്. തൊട്ടടുത്ത ആയത്തെന്നറിയോ? മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവര് സ്വന്തം മനസ്സിനെ, നഫ്സിനെ, ശരീരത്തെ വിട്ടുകൊടുക്കും. റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ റബ്ബിന്റെ മുന്നിൽ സറണ്ടർ ചെയ്യും. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു തആല മനുഷ്യരോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. ഈ ഒരു സമർപ്പണമാണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞത് ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തതാ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിമേ മുസ്ലിം ആവട്ടോ. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. പുറത്ത് ചൊല്ലിക്കൊടുക്കാൻ ഇന്നതൊക്കെ ചെയ്യണം. അതാ ഞാൻ ഇതൊക്കെ ചെല്ലുന്നു, ഇതൊക്കെ പറയുന്നു. അത് എന്റെ ബാധ്യതയാണ്. ഞാനിന്റെ ബാധ്യതയാണ്. അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് നിർവഹിക്കണം. അത് നിർവഹിക്കുമ്പോഴേ നമ്മുടെ ബാധ്യത നിർവഹിക്കുള്ളൂ. അത് മനുഷ്യരോടുള്ള നമ്മുടെ മുന്നിൽ സറണ്ടർ ചെയ്യാൻ. റബ്ബിനോടും അങ്ങനെ തന്നെയാണ്. റബ്ബിനോട് നമ്മൾ സറണ്ടർ ചെയ്യാൻ. എന്റെ നിസ്കാരം, എന്റെ ജീവിതം, എന്റെ ഉളുഹിയ്യത്ത്, എന്റെ ബലി, എന്റെ എല്ലാം. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പ്രഖ്യാപനം ഒതുങ്ങിയില്ല. ആ മകനെ ഒന്ന് അറക്കണം എന്ന് പറഞ്ഞപ്പോ ഒരു പ്രശ്നമില്ല. അറക്കാൻ വേണ്ടി അവിടെ കടത്തി അറക്കാൻ നോക്കി എന്നാണ്. പക്ഷെ മുറിഞ്ഞില്ല. അത് വേറെ കാര്യം. പടച്ചോൻ വേറെ തീരുമാനിച്ചു. പകരം ഒരാടിനെ കൊടുത്തു. എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു പോത്തിനെ എല്ലാവരും പാടെ 4-5 ആള് കൂടി തൊളിച്ചോടുന്നൊരു തള്ളിയിട്ടിട്ട് അറുത്താലൊന്നും ഈ സമർപ്പണാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഖുർആൻ പറയണ്ടില്ല, അതിന്റെ ഇറച്ചിയല്ല, അതിന്റെ മാംസമല്ല, അതിന്റെ രക്തമല്ല, നിങ്ങളുടെ മനസ്സിലെ അർപ്പണബോധമാണ് പടച്ച തമ്പുരാന്റെ അടുത്തേക്ക് എത്തുന്നത് എന്നാണ്. അർപ്പണബോധം നമ്മുടെ മനസ്സിൽ അർപ്പിക്കാൻ. അതുകൊണ്ട് ഉളുഹിയ്യത്ത് ഇതെല്ലാം നടക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. ഈ ദിവസം പുണ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാം. നോമ്പ് നോൽക്കണോ, എല്ലാ ദിവസവും നോമ്പ് നോൽക്കണോ, ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. ആയിഷാ ബീവി പറഞ്ഞിട്ടുണ്ട് നബി നോമ്പ് നോറ്റിട്ടേ ഇല്ല. ഹഫ്സാ ബീവി പറഞ്ഞിട്ടുണ്ട് നബി നോമ്പ് മുറിച്ചിട്ടെന്നല്ല. അപ്പൊ എന്താ പണ്ഡിതന്മാർ പറയണത്? നബിക്ക് നോമ്പുള്ള ദിവസമാണ് ഹഫ്സാ ബീവി കണ്ടത്, നബിക്ക് നോമ്പില്ലാത്ത ദിവസമാണ് ആയിഷാ ബീവി കണ്ടത്. അപ്പൊ ഇബ്രാഹിം അസ്താനി പോലെയുള്ള മഹാന്മാർക്ക് പറഞ്ഞിട്ടുണ്ട് ഇടക്കൊക്കെ നോൽക്കുക, ഇടക്ക് നോൽക്കാതിരുന്നാലും വിരോധമില്ല. ഇനി എല്ലാ ദിവസവും നോമ്പ് നോൽക്കാൻ പറ്റും, എല്ലാ ദിവസവും നോമ്പ് നോൽക്കുക, അതിനും വിരോധമില്ല. ഒക്കെ കൃത്യമായി പണ്ഡിതന്മാർ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഏതൊരു പുണ്യകർമ്മവും ഈ ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഉത്തമം വേറൊന്നുമില്ല. നമുക്ക് ഒരു ദിവസം ഒരു 3 ജുസ് ഖുർആൻ ഓതിയ ഈ 10 ദിവസം കൊണ്ട് നമുക്ക് 30 ജുസ് ഖുർആൻ പൂർത്തിയാക്കാം. എന്താ ഈ ദിവസം ചെയ്യേണ്ടത്? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തക്ബീർ അധികരിപ്പിക്കുക. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പെരുന്നാളൊക്കെ വരുമ്പോൾ തക്ബീർ. ഇപ്പൊ ഒന്നുമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ചിലപ്പോ വേണമെങ്കിൽ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബിഹംദി ബുക്റതൻ വഅസീല എന്ന് അധികരിപ്പിക്കൊണ്ട് വിരോധമില്ല. പൊതുവായ സ്ഥലങ്ങളിൽ ബലിമൃഗങ്ങളെ കാണുമ്പോൾ, നടന്നു പോകുമ്പോൾ, ഇരിക്കുമ്പോൾ, യാത്ര പോകുമ്പോഴൊക്കെ തക്ബീറുകൾ അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുക. അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കുക. പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. ومن غفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.